what we think. Hello friends, and welcome to another class by Daily English Classroom. In today's class we are going to learn the lesson Quest for a Theory of Everything by Kitty Gale Ferguson. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന പാഠഭാഗമാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഈ പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. Okay friends, so let us learn this lesson, the quest for a theory of everything. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിയറിയെക്കുറിച്ചുള്ള ഒരു തിരച്ചിൽ. It starts with a lecture of Stephen Hawking on 29 April 1980. It was an inaugural lecture at Cockcroft Lecture Room by this famous location professor of mathematics. അപ്പോൾ ഈ പാഠം കിറ്റി ഗെയിൽ ഫെർഗൂസൺ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 1980 ഏപ്രിൽ മാസം 29-ാം തീയതി നടന്ന ഒരു ലെക്ചർ, അന്നത്തെ അവിടെയുള്ള ഒരു ഇനാഗുറൽ ഫങ്ഷൻ, ആ ഫങ്ഷൻ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ള ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ മനുഷ്യനെ ശ്രദ്ധിച്ചത്. And there were so many people came there for listening to this lecture. ഈ ലെക്ചർ അല്ലെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സംസാരിക്കുന്ന വ്യക്തി സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് ആരായിരുന്നു? ഹി വാസ് ദ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ അറിയപ്പെടുന്ന ഒരു പദവിയായിരുന്നു ലൊക്കേഷൻ പ്രൊഫസർ എന്നുള്ളത്. അപ്പോൾ അതിൽ ആ സമയത്തെ ലൊക്കേഷൻ പ്രൊഫസർ ആയിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു അന്നത്തെ വിശിഷ്ട വ്യക്തി. ഇനി നമുക്ക് സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് പഠിക്കാം. ആരായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് എ മാൻ വാസ് ഹി ആൻഡ് ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ബിക്കെയിം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. എങ്ങനെയാണ് ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ഫിസിക്സിൻ്റെ സൂപ്പർനോവ അല്ലെങ്കിൽ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയത് എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ ആരംഭിക്കാം. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942 ഇൻ ഓക്സ്ഫോർഡ്. 1942 ജനുവരി 8-ാം തീയതിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡിലാണ് ജനിച്ചത്. പേരൻസ് വാണ്ടഡ് ടു സെൻഡ് ഹിം ടു വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂൾ. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ. ഹി വാണ്ട്സ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനായി തീരുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ അവൻ്റെ രക്ഷിതാക്കൾക്ക് മറ്റൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എന്തായാലും പാവപ്പെട്ടവരായിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വിദ്യാഭ്യാസത്തിന് അവർ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സമയത്ത് പരീക്ഷ എഴുതാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് കഴിഞ്ഞില്ല. സോ ഹി ഡിഡ് നോട്ട് ഗെറ്റ് എ ചാൻസ് ടു സ്റ്റഡി ഇൻ വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂൾ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി ഹാസ് ടു സ്റ്റഡി അറ്റ് സെയിൻറ്റ് ആൽബൻസ്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പഠനം നടന്നത് സെയിൻറ്റ് ആൽബൻസിലാണ്. ആൻഡ് ഹി ഹാഡ് എ ഡ്രീം right from the beginning and he wants to become a scientist. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ആരായി തീരണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ സ്റ്റീഫൻ ഹോക്കിങ്ങിനുണ്ടായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനായി തീരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു. അറ്റ് ഓക്സ്ഫോർഡ് എ ബോറിംഗ് ഫസ്റ്റ് ഇയർ ബട്ട് സ്റ്റാർട്ടഡ് ടു എൻജോയ് ദ സെക്കൻഡ് ഇയർ. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം അങ്ങനെ ഓക്സ്ഫോർഡിൽ ചേർന്നു. അങ്ങനെ ഓക്സ്ഫോർഡിൽ നിന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയം വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്. എസ്പെഷ്യലി ദ ഫസ്റ്റ് ഇയർ ഹി വാസ് ഫീലിംഗ് വെരി ബോർഡ്
and but he started enjoying his life at Oxford when he in the second year onwards. Then he applied for a PhD at Cambridge, and his wit always saved him. അപ്പോൾ അതിനുശേഷം ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം അത് കേംബ്രിഡ്ജിലേക്ക് ഒരു PhD ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കുകയായിരുന്നു. അതിന് ഒരൊറ്റ കാര്യം മാത്രമേ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൂ, ഓക്സ്ഫോർഡിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ആയിരിക്കുക എന്നത്. പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു തീർച്ചയായിട്ടും തനിക്കത് കിട്ടുമെന്നുള്ളത്. പക്ഷേ പരീക്ഷാ സമയത്ത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരീക്ഷ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ എക്സാമിനേഴ്സ് വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക താല്പര്യം, ഇതൊക്കെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹത്തിന് തൻ്റെ തുടർ പഠനത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. അദ്ദേഹം ആ എക്സാമിനേഴ്സിനോട് പറഞ്ഞ റിപ്ലൈ എന്താണെന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗത്തിൽ കാണും. ഓക്കെ. At Cambridge, poor mathematical background troubled him. Then he faced some problems at Cambridge. കേംബ്രിഡ്ജിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ കൃത്യമായ ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പഠിച്ചത് ഫിസിക്സും കെമിസ്ട്രിയുമായിരുന്നു. സോ ഹി കുഡ് നോട്ട് പെർഫോം വെൽ അറ്റ് കേംബ്രിഡ്ജ്. ആൻഡ് ഇൻ ദ തേർഡ് ഇയർ there were some early symptoms of a fatal disease. അങ്ങനെ മൂന്നാമത്തെ വർഷം അദ്ദേഹത്തിന് ചില പ്രധാന ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ 1963 ഒരു വലിയ ഒരു രോഗത്തിന് അദ്ദേഹം അടിമയായി തീരുകയാണ്. 1963 അദ്ദേഹത്തിന് ഏതാണ് അസുഖമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. He was diagnosed with ALS or amyotrophic lateral sclerosis, and then he faced severe depression. അതുകൊണ്ട് തന്നെ മാനസികമായി വളരെയധികം തളർന്നു പോയി. ഒരു സാധാരണ അസുഖമല്ല, ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു അസുഖത്തിന് അടിമയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. ആൻഡ് he fell into a kind of depression. But everything is changed, and there is a person whom he met. അദ്ദേഹം ജീവിതത്തിൽ പരിചയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അല്പമെങ്കിലും വെളിച്ചം കൊണ്ടുവന്നത്. അത് വേറെ ആരുമായിരുന്നില്ല. ആൻഡ് ഹെർ നെയിം വാസ് ജെയിൻ വൈൽഡ്. അങ്ങനെ ജെയിൻ വൈൽഡുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അവർ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. വെൻ ഹി വാസ് 27 he received a fellowship at Caius and he married Jane Wilde. And then his plan was to write a book. And the first draft in 1984, he went to Switzerland and caught pneumonia. Then he has a plan to write a book, a scientific book. ശാസ്ത്രത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനിടയായി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ശക്തമായ ഒരു പനി ബാധിക്കുകയും അത് വീണ്ടും അദ്ദേഹത്തെ വളരെയധികം ശാരീരികമായി തളർത്തുകയും ചെയ്തു. And the doctor suggested a tracheotomy to save his life. അങ്ങനെ യാതൊരു നിവൃത്തിയുമില്ലാതെ അവസാനം ഈ ട്രാക്യോട്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ആൻഡ് വോൾട്ടോസ് who was the man who developed a special kind of software for him. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായിട്ടുള്ള വോൾട്ടോസ് ഒരു പ്രത്യേകതരം ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കുകയും അതുവഴി ഒരു സ്ക്രീനിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു സൗകര്യവും ചെയ്തു കൊടുത്തു. ഫേസ്ഡ് ചലഞ്ചസ് ഇൻ ലൈഫ് ആൻഡ് ബിക്കം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറിയിലേക്ക് പോകാം. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഒരു സയൻസ് റൈറ്ററാണ്. അപ്പോൾ അവർ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. നമുക്ക് അത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഫേമസ് സയൻറ്റിസ്റ്റ്, എ ലെജൻഡ് ഹു ഹാസ് ഓവർകം ഹിസ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. He made science understandable even to ordinary people. He is a Cambridge genius who faced the challenges and mortal disease.
with his willpower and determination. Stephen Hawking was born on January 8, 1942 in Oxford, England. At the age of 21, he was diagnosed with amyotrophic lateral sclerosis. At that time, he was a student of cosmology at the University of Cambridge. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. ജീവിതത്തിലെ തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ എല്ലാം നേരിട്ടുകൊണ്ട് ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഹി മെയ്ഡ് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ഈവൻ ടു ഓർഡിനറി പീപ്പിൾ. സാധാരണ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് ഐൻസ്റ്റീൻ്റെയും ന്യൂട്ടൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളൊക്കെ സാധാരണ മനുഷ്യൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇതിനും ദൂരെയാണ്, അപ്പുറത്താണ്. പക്ഷേ ഇവിടെ കുറേ ആളുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും അവരുടെ തിയറിയെക്കുറിച്ചുമൊക്കെ ഏത് മനുഷ്യനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ഒരു പുസ്തകമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മുടെ ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തായ ഒരു സംഭാവന. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട തിയറികളെല്ലാം ഏത് മനുഷ്യനും ഏത് സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ആൻഡ് ഹി ഫേസ്ഡ് എവറിത്തിങ് വിത്ത് പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. അതിനെയെല്ലാം അദ്ദേഹം നേരിട്ടുകൊണ്ട് ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് വിജയം നേടിയ ഒരു മഹത്തായ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ ജാനുവരി 8, 1942 ഇൻ ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ് ഒരു വലിയ മഹാരോഗത്തിൻ്റെ കീഴിലാണ് താനെന്നുള്ള കാര്യം. ആ രോഗത്തിൻ്റെ പേര്, അതിൻ്റെ ചുരുക്ക രൂപം ALS അല്ലെങ്കിൽ അമിയോട്രോഫിക് ലാറ്ററൽ സിറോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിലെ നെർവ്സും ബ്രെയിനുമായിട്ടുള്ള പിന്നെ കമ്മ്യൂണിക്കേഷന് തടസ്സം വരുന്ന അതിൻ്റെ നശിച്ച് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചലിക്കാനോ പിന്നെ സംസാരിക്കാനോ പല പ്രവൃത്തികളും ചെയ്യാനോ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആയി മാറുന്ന ഒരു രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ 1 അല്ലെങ്കിൽ 2 വർഷത്തോളം മാത്രം ജീവിക്കുന്ന ഒരു സ്ഥിതിയുള്ള ഒരു മഹാരോഗം തന്നെയാണ്. That time he was a student of cosmology at the University of Cambridge. ആ സമയത്ത് അദ്ദേഹം കേംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. It was really a shocking news for Hawking and his family, but he was not completely down with pessimistic thoughts. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്സും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ വളരെയധികം വിഷമിച്ചു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് നോട്ട് കംപ്ലീറ്റ്ലി പെസിമിസ്റ്റിക് എന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം തീരാൻ പോവുകയാണ് എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കല്ല അദ്ദേഹം വന്നത്. വൺ ഓഫ് ദം വാസ് ഹിസ് ലവ് ഫോർ ജെയിൻ വൈൽഡ്. അതിന് അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ പിൻകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാറിയ ജെയിൻ വൈൽഡാണ് അയാൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇത്തരം അവസരങ്ങളിൽ പ്രചോദനവും അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസവും നൽകിയത്. ഹി ഹാഡ് മെറ്റ് ഹർ ബിഫോർ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ALS. ഫൈനലി ഹി മാരിഡ് ഹർ ഇൻ 1965. വി ക്യാൻ സേ ദാറ്റ് ഹിസ് ഡിസീസ് ഹെൽപ്ഡ് ഹിം ടു ബിക്കം ദ ഫേമസ് സയൻറ്റിസ്റ്റ്. ഈ രോഗം ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഒരു മഹാനായി മാറിയത് എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം അദ്ദേഹത്തിന് ഈ രോഗം വന്നതിന് ശേഷം അദ്ദേഹം ആലോചിച്ചത് എങ്ങനെയാണ്, എനിക്ക് ഇനി വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ജീവിക്കാനുള്ളൂ, ഈ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും മഹത്തായ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. I was bored with life before my illness. His reputation as a genius, another Einstein, began in his Cambridge days. He started writing a book about the universe in 1980. അങ്ങനെ 1980 അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. Before completing that book, he had to undergo a tracheotomy operation. ഇനി അതിന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് ഈ രോഗം തൽക്കാലം അതിൻ്റെ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
അദ്ദേഹം ലോകത്തിന് വേണ്ടി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. സയൻസ് എന്താണെന്ന് ഏത് മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും അവരുടെ സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കി ഈ പറയുന്ന ഒരു പുസ്തകം എഴുതാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ അതിനുശേഷവും ഈ കഷ്ടപ്പാടും ദുരിതവും അദ്ദേഹത്തെ വിട്ടുപോയില്ല. വീണ്ടും അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് ഒരു ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമാവുകയും അങ്ങനെ യാതൊരു നിവൃത്തിയുമില്ലാതെ ഒരു സർജറി ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ ട്രാക്യോട്ടമി ഈസ് എ സർജിക്കൽ പ്രോസസ് ഓഫ് റിമൂവിങ് വിൻഡ് പൈപ്പ്. അതായത് നമ്മുടെ വിൻഡ് പൈപ്പ്, നമ്മുടെ സംസാരത്തിന് സഹായിക്കുന്ന വിൻഡ് പൈപ്പ്, അതിനെ റിമൂവ് ചെയ്യുക, ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് ട്രാക്യോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടും എന്നുള്ള ഒരവസ്ഥയിൽ വേറെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ ജെയിൻ വൈൽഡ് അവസാനം അതിന് സമ്മതിക്കുകയും അങ്ങനെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. After this operation, he lost his vocal sound. Then he continued his work with the help of a computer program called equalizer. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതിൻ്റെ പേര് ഈക്വലൈസർ എന്നാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് സ്ക്രീനിലെ അക്ഷരങ്ങൾ, താൻ പറയാൻ പോകുന്ന കാര്യം സ്ക്രീനിലെ അക്ഷരങ്ങളിലൂടെ ആണ് അദ്ദേഹം അങ്ങനെയാണ് സംസാരിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് സ്വയം സംസാരിക്കാനുള്ള കഴിവ് ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം നശിച്ചു പോയിരുന്നു. This helped him to select words from the screen. In 1988, he published his book, A Brief History of Time. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് കൃത്യമായി നമുക്ക് ഓർത്തു വെക്കാം, A Brief History of Time. In spite of his crippling disease, he has become the supernova of world physics. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും അദ്ദേഹം ഒരിക്കലും തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു മഹാനായ ഒരു വ്യക്തിയായി തീർന്നു. ഫിസിക്സിലെ ഇന്ന് അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയായി അദ്ദേഹം മാറി. അല്പകാലം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. Okay, now let us attempt an assessment of the personality of Hawking in a short paragraph. ഇനി ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ചിലപ്പോൾ എന്തെങ്കിലും ക്യാരക്ടറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. Hawking was a man of determination and perseverance. When he was at Oxford, his late teens, he was lively, buoyant and adaptable. He wore his hair long. He was famous for his wit. അല്ലേ, അദ്ദേഹത്തിന് നല്ലൊരു അറിവുണ്ടായിരുന്നു. അതുപോലെ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാമായിരുന്നു. അതുപോലെ നല്ല രസകരമായ സംഭാഷണങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ഹി വാസ് എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ. അല്ലേ, ഉറച്ച ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിട്ട് മുൻപോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹി വാസ് വെരി ലൈവ്ലി. ആദ്യം നമുക്ക് അദ്ദേഹം ഓക്സ്ഫോർഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. അവിടെ വളരെ ആദ്യ വർഷം വളരെ ബോറടിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം വളരെ ലൈവ്ലി ആയി, അതുപോലെ വളരെ ഷൈനിങ് സ്റ്റാർ ആയിരുന്നു. വലിയ നീളൻ മുടിയൊക്കെ ആയിട്ട് നല്ല എല്ലാവരുമായിട്ട് നല്ലവണ്ണം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. He liked classical music and was interested in sports. അതുപോലെ സംഗീതവും അതുപോലെ സ്പോർട്സിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. When he was in the third year at Oxford, he applied to do a PhD at Cambridge. He was accepted on condition that he got a first from Oxford. അപ്പോൾ ഈ ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു PhD അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് യോഗ്യത നേടാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഓക്സ്ഫോർഡിൽ 1ാം സ്ഥാനം നേടേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ പരീക്ഷാ സമയത്ത് ഉള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അങ്ങനെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സോ ഹി ഗോട്ട് ഓൺലി ആൻ ആവറേജ് മാർക്ക്, എ ബോർഡർ ലൈൻ മാർക്ക് ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. The examiners summoned him and asked him about his plans. He told them bluntly. അങ്ങനെ വിചാരിച്ച മാർക്ക് കിട്ടാതെ വന്നപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഈ എക്സാമിനേഴ്സ്, പരീക്ഷ നടത്തിയ ആളുകൾ
അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്ലാൻ? നിങ്ങളുടെ PhD ചെയ്യാനൊരു ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ആവുക എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ വിറ്റ് അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ രീതി, അത് പലപ്പോഴും അദ്ദേഹത്തിന് വിജയം നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുകയാണ് അവരോട് പറയുകയാണ്, ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കേംബ്രിഡ്ജ്. എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ എനിക്ക് കേംബ്രിഡ്ജിൽ പോകണം. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. ഇനി എനിക്കത് കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും കേംബ്രിഡ്ജിലേക്ക് പോകില്ല, പകരം ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും. അതുകൊണ്ട് സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മി എ ഫസ്റ്റ്. അതുകൊണ്ട് എനിക്കൊരു ഫസ്റ്റ് തന്നെ നിങ്ങൾ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേംബ്രിഡ്ജിൽ PhD പഠിക്കാനായി ഉള്ള അവസരം ലഭിച്ചു. ദിസ് ഷോസ് ഹൗ ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ ഹി വാസ്. അല്ലേ, എത്ര തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ഓപ്പണായിട്ട് ഒന്നും മറച്ചു വെക്കാതെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. This shows how frank and open he was. When he was 21, he contracted a rare disease which caused disintegration of the nerve cells of his spinal cord and brain. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം നേരിട്ട വലിയൊരു പ്രശ്നം, ഈ മഹാരോഗം അദ്ദേഹത്തെ കീഴടക്കി എന്നുള്ളതാണ്. He walked around with a cane, supporting himself against the wall. His speech was impaired, but nothing stopped him from achieving what he wanted. ഈ രോഗത്തിൻ്റെ ഫലമായി ആദ്യം വളരെ കുറച്ചു കാലം വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നെങ്കിലും അദ്ദേഹം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, താൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യണം, എനിക്ക് കിട്ടുന്ന ഓരോ വർഷവും എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്, അപ്പോൾ അത് ഓരോ വർഷവും ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചത്. So he really suffered after this disease and he was walking with a cane. ഇങ്ങനെ സ്വന്തമായി നടക്കുന്ന സമയത്താണെങ്കിലും പല സമയത്തും വീണു പോവുകയും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെയാവുകയും ഒക്കെ ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം ആ ഒരു ശുഭാപ്തി വിശ്വാസം കൈവിട്ടില്ല. സംസാരിക്കുമ്പോൾ വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് അന്ന് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. So he was speaking with some impairments, but nothing stopped him from achieving what he wanted. It was his determination that attracted Jane Wilde, whom he married. He lost his voice after a tracheotomy operation, but he continued working with an equalizer. അദ്ദേഹത്തിന് അതിനുശേഷം വീണ്ടും വല്ലാത്തൊരു പ്രശ്നം സംഭവിച്ചത് അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് വന്ന ന്യൂമോണിയ, അതിനുശേഷം ചെയ്യേണ്ടി വന്ന ട്രാക്യോറ്റമി എന്നുള്ള ശസ്ത്രക്രിയ, അതിനുശേഷം ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന് സഹായമായിട്ട് പിന്നീടുണ്ടായിരുന്നത് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ഈക്വലൈസർ, which helped him to choose words from a computer screen. ആവശ്യമുള്ള വാക്കുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു ഈക്വലൈസർ. സോ ഹീ ടോക്ഡ്. അത് തന്നെയാണ് നമുക്ക് ആദ്യം കാണുന്നത്. അവിടെ ഒരു വ്യക്തി, വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തി പറയാൻ പോകുന്നു, ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറയാൻ പോകുന്നത് പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അതൊക്കെ പറയാൻ മാത്രമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ആയിരുന്നില്ല സംസാരിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം ഈക്വലൈസർ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് ആളുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. which helped him to choose words from a computer screen. He asked fundamental questions like where did the universe come from, whether it was boundaries, is there a beginning of time. അങ്ങനെ പ്രകൃതിയുടെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹം സംസാരിച്ചിരുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. Could time run back? His book A Brief History of Time contains a lot of paradoxes that will surprise us. He is often called another Einstein. അങ്ങനെ ഇദ്ദേഹം പിന്നീട് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു ഐൻസ്റ്റീൻ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമായി മാറി, ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇതിൽ അദ്ദേഹം ഒരുപാട്
പാരഡോക്സസിനെ കുറിച്ച് സംസാരിക്കുന്നു. പാരഡോക്സസ് എന്ന് വെച്ചാൽ വിരോധാഭാസങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതായത് വി കനോട്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് അപ്പിയറൻസ്, എ ബ്ലാക്ക് ഹോൾ ഈസ് നോട്ട് ബ്ലാക്ക്, അല്ലേ? നമുക്ക് ഒരു വ്യക്തിയെ അയാളുടെ രൂപം കൊണ്ട് നമുക്ക് അയാളെ വിലയിരുത്താൻ കഴിയില്ല, അല്ലേ? അല്ലെങ്കിൽ എംപ്റ്റി സ്പേസ്, ഒന്നുമില്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു സ്ഥലമല്ല. അങ്ങനെ പരസ്പരം വിപരീതമായ കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പാരഡോക്സുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. Okay friends, that's all for today and I will see you in the next class. Thanks for watching and have a nice day.